ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വേർബ് ഇവ നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ അഡ്വേർബ് ആണ് പറയാൻ പോകുന്നത്. എന്താണ് അഡ്വേർബ്? An adverb is a word that modifies a verb, an adjective, another adverb or even a whole sentence. ഒരു വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെയോ അല്ലെങ്കിൽ മൊത്തം സെൻറ്റൻസിനെ തന്നെയോ വിശേഷിപ്പിക്കുന്ന വേർഡ്സാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വേർബ് പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന വേർഡ് അഡ്വേർബാണ്. അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് നൗണിനെയോ പ്രൊനൗണിനെയോ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഈ അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്ന വേർഡും അഡ്വേർബാണ്. അനദർ അഡ്വേർബ്, അപ്പോൾ നമ്മൾ വേർബിനെ ഒരിക്കൽ മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞ അഡ്വേർബിനെ വീണ്ടും മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് അഡ്വേർബ്. കൂടാതെ മൊത്തം സെൻറ്റൻസിനെ തന്നെയും മോഡിഫൈ ചെയ്തിട്ട് പറയുന്ന വേർഡാണ് അഡ്വേർബ്. അപ്പോൾ എന്തിനെയൊക്കെയാണ്? വേർബിനെ, അഡ്ജക്റ്റീവിനെ, മറ്റൊരു അഡ്വേർബിനെ കൂടാതെ സെൻറ്റൻസിനെയൊക്കെ തന്നെയും ഈ അഡ്വേർബ് വിശേഷിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നോക്കാം, ഉദാഹരണങ്ങൾ നോക്കാം. ഷീ വാക്സ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ നടക്കുന്നു. എങ്ങനെയാണ് നടക്കുന്നത്? വേഗത്തിലാണ്. അപ്പോൾ നടക്കുക എന്ന പ്രവൃത്തിയെ വിശേഷിപ്പിച്ച് പറഞ്ഞതാണ് വേഗത്തിൽ. വാക്സ് വേർബാണ്, ഫാസ്റ്റ് അഡ്വേർബാണ്. വേർബിനെ വിശേഷിപ്പിച്ച വേർഡാണ് അഡ്വേർബ്. ഹി റീഡ്സ് ലൗഡ്ലി, അയാൾ ഉച്ചത്തിൽ വായിക്കുന്നു. വായിക്കുക എന്ന പ്രവൃത്തിയെ ഉച്ചത്തിൽ എന്ന വേർഡ് കൊണ്ട് വിശേഷിപ്പിച്ചു. റീഡ്സ് വേർബാണ്, ലൗഡ്ലി അഡ്വേർബാണ്. വേർബിനെ വിശേഷിപ്പിച്ച വേർഡാണ് അഡ്വേർബ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അവൾ വളരെ ഭംഗിയുള്ളവളാണ്. അവളെയാണ് ഇവിടെ പറഞ്ഞത്. അവൾ വളരെ ഭംഗിയുള്ളവളാണ്. ഭംഗിയുള്ള എന്നർത്ഥം വരുന്ന ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവിനെ, അവളെ വിശേഷിപ്പിച്ച അഡ്ജക്റ്റീവിനെ നമ്മൾ വീണ്ടും വിശേഷിപ്പിച്ചിട്ട് വെരി, വളരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭംഗിയെ ഒന്നുകൂടി വിശേഷിപ്പിച്ചു വെരി എന്ന വേർഡ് കൊണ്ട്. ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിച്ച വെരി, വളരെ എന്നർത്ഥമുള്ള വെരി എന്ന വേർഡ് അഡ്വേർബാണ്. വി റാൻ വെരി ക്വിക്ക്ലി, ഞങ്ങൾ വളരെ വേഗത്തിലോടി. ഇവിടെ വി റാൻ ഞങ്ങൾ ഓടി, റാൻ ഓടി. അപ്പോൾ ഈ ഓടുക എന്ന പ്രവൃത്തിയെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് ക്വിക്ക്ലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വിക്ക്ലി എന്ന അഡ്വേർബിനെ വീണ്ടും വിശേഷിപ്പിച്ചിട്ട് വെരി എന്ന വേർഡ് പറഞ്ഞിട്ടുണ്ട്. അതും അഡ്വേർബാണ്. അഡ്വേർബിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചിട്ട് പറഞ്ഞ വേർഡും അഡ്വേർബാണ്. വെരി ക്വിക്ക്ലി, റാൻ എന്നത് വേർബാണ്. അതിനെ വിശേഷിപ്പിച്ച വേർഡാണ് ക്വിക്ക്ലി, വേഗത്തിൽ അഡ്വേർബാണ്. ഈ വേഗത്തിൽ എന്ന വാക്കിനെ വളരെ വേഗത്തിലാക്കി, അപ്പോൾ അതും അഡ്വേർബാണ്. വെരി ക്വിക്ക്ലി, വെരി അഡ്വേർബാണ്, ക്വിക്ക്ലി അഡ്വേർബാണ്. ഇനി ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ഐ ഹാഡ് ബ്രോട്ട് എൻ അംബ്രല, ഞാൻ ഒരു കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നനഞ്ഞില്ല, മഴ പെയ്തപ്പോൾ നനഞ്ഞില്ല. ഭാഗ്യവശാൽ ഞാനൊരു കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ മൊത്തം സെൻറ്റൻസിനെയാണ് നമ്മൾ ഫോർച്ചുനേറ്റ്ലി എന്ന വേർഡ് കൊണ്ട് വിശേഷിപ്പിച്ചത്. ഭാഗ്യവശാൽ, ഫോർച്ചുനേറ്റ്ലി അഡ്വേർബാണ്. ഈ മൊത്തം സെൻറ്റൻസിനെ തന്നെയാണ് ഇവിടെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്വേർബ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെയോ അല്ലെങ്കിൽ മൊത്തം സെൻറ്റൻസിനെ തന്നെയോ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളാണ് അഡ്വേർബ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷീ വാക്സ് ഫാസ്റ്റ്, അവൾ വേഗത്തിൽ നടക്കുന്നു. നടക്കുക എന്ന പ്രവൃത്തിയെ വേഗത്തിൽ എന്ന വാക്കുകൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നടക്കുക വാക്സ് വേർബാണ്, ഫാസ്റ്റ് അഡ്വേർബാണ്. ഹി റീഡ്സ് ലൗഡ്ലി, അവൻ ഉച്ചത്തിൽ വായിക്കുന്നു. വായിക്കുക എന്ന പ്രവൃത്തിയെ ലൗഡ്ലി എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റീഡ്സ് വായിക്കുക വേർബാണ്, ലൗഡ്ലി അഡ്വേർബാണ്. ഇവിടെ വേർബിനെയാണ്, ഈ രണ്ട് സെൻറ്റൻസിലും വേർബിനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, അവൾ വളരെ ഭംഗിയുള്ളവളാണ്. ഭംഗിയുള്ള എന്നർത്ഥം വരുന്ന ബ്യൂട്ടിഫുൾ എന്ന വേർഡ് അഡ്ജക്റ്റീവാണ്. ഷീ എന്ന പ്രോനൗണിനെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് കൊണ്ട്. എന്നാൽ ഈ അഡ്ജക്റ്റീവിനെയാണ് ഇവിടെ വെരി എന്ന വേർഡ് കൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വളരെ എന്നർത്ഥം വരുന്ന വെരി എന്ന അഡ്വേർബ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെരി അഡ്വേർബാണ്. ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവിനെ, ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവാണ്, ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവിനെ വെരി എന്ന വേർഡ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസിൽ വി റാൻ വെരി ക്വിക്ക്ലി, ഇവിടെ അഡ്വേർബിനെ വീണ്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട്. വി റാൻ ക്വിക്ക്ലി, ഞങ്ങൾ വളരെ വേഗത്തിൽ ഓടി.
ഓടുക എന്ന വേർബിനെ ക്വിക്ക്ലി എന്ന അഡ്വേർബ് കൊണ്ട് ഒരിക്കൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഈ വേഗത്തിൽ എന്നർത്ഥം വരുന്ന, പെട്ടെന്ന് അർത്ഥം വരുന്ന ക്വിക്ക്ലി എന്ന അഡ്വേർബിനെ വളരെ എന്നർത്ഥം വരുന്ന വെരി എന്ന വേർഡ് കൊണ്ട് വീണ്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വിക്ക്ലി ഒരു അഡ്വേർബാണ്, വെരി മറ്റൊരു അഡ്വേർബാണ്. അപ്പോൾ അഡ്വേർബിനെ വീണ്ടും അഡ്വേർബ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ഐ ഹാഡ് ബ്രോട്ട് ആൻ അംബ്രല്ല, ഞാൻ കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മഴ നനഞ്ഞില്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്നിവിടെ ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ ഈ വേർഡ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് മൊത്തം സെൻറ്റൻസിനെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ അഡ്വേർബ് മൊത്തം സെൻറ്റൻസിനെയും വിശേഷിപ്പിക്കും. പാർട്സ് ഓഫ് സ്പീച്ചിലെ 5ാമത്തെ അഡ്വേർബ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രിപ്പോസിഷനായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.